ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ ഒരു സൂപ്പർ കിഡിലൻ അവിയലായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അവിയൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഈ കറിക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കഷ്ണങ്ങളൊക്കെയാണ് നമ്മൾ അവിയലിന് ചേർക്കാറുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5-8 ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ചേന അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പകുതി നേന്ത്രക്കായ് നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു പകുതി ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു മുരിങ്ങാക്കായ് അതൊന്ന് മുറിച്ചിട്ടുണ്ട്, 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ ഒരു പടവലങ്ങയുടെ ഒരു 1/4 ഭാഗം മാത്രം. അപ്പോൾ എല്ലാവരും ചെറിയൊരളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളിയാണ്, അത്യാവശ്യം പുളിയുള്ളത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് മത്തങ്ങ, അതൊരു ചെറിയൊരു കഷ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കറിയാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു പാനാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ചൂടായതിന് ശേഷം നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരുന്ന പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പിടിച്ചെന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് നേരം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. ഇനി ഇപ്പോൾ നമ്മളിത് വേവാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കാത്തതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപ്പൊക്കെ ചേർത്തിക്കുന്നതിൻ്റെ പേരിൽ ഇതിനകത്ത് വെള്ളമൊക്കെ തന്നെ ആ കഷ്ണങ്ങളിൽ നിന്നുള്ളത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കുക. അതിന് ശേഷം വീണ്ടും നമുക്കൊരു 15 മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ മൂടി വെച്ചിട്ട് നന്നായിട്ടിത് വെന്ത് വരണം. ഇനി നമുക്കിത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 കപ്പ് അളവിലുള്ള നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി ചെറുതാണ്, പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി, പിന്നെ ഒരല്പം മാത്രം ജീരകം. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനൊരു വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 3-4 ഇതള് കറിവേപ്പില. അപ്പോൾ അതും കൂടി ചേർത്ത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടില്ല, ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് അരച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. കണ്ട, നല്ല കുഴഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് പോകുന്നുണ്ട്, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങൾ വേവാൻ വേണ്ടി നമ്മൾ എടുത്ത സമയം 20 മിനിറ്റാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ആ ബ്ലെൻഡറിലേക്ക് ഒരല്പം മാത്രം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആ ബ്ലെൻഡർ ഒന്ന് കഴുകിയിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആകെ നമ്മൾ ഈ ഒരു വെള്ളം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഉപ്പൊക്കെ കറക്റ്റ് പുളിയാണ്. അതിന് ശേഷം ഒരു 3 മിനിറ്റ് നേരവും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അവിയൽ ഏകദേശം പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും. അപ്പോൾ അതും കൂടി കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം, പിന്നെ ഒരല്പം കറിവേപ്പില ഒന്ന് തിരുമ്മിക്കൂട്ടി ഒന്ന് ഇട്ട് കൊടുക്കുക.
അതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെർഫെക്റ്റ് അവിയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു വാഴല ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ എല്ലാം പെർഫെക്റ്റാണ്. അതായത് ആ പുളിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ നല്ല പുളിയുള്ളൊരു തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് തൈര് വേണമെന്നുണ്ടെങ്കിൽ അധികം പുളിയില്ലാത്ത തൈരും ചേർക്കട്ടെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എരിവും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഈ പെർഫെക്റ്റ് അവിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കൊന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.